എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. ഇന്ത്യയിലെ മുൻനിര സാങ്കേതിക സർവകലാശാലകൾക്ക് ജാതി പക്ഷപാതം ഒഴിവാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ഇന്ത്യയിലെ മുൻനിര സാങ്കേതിക സ്ഥാപനങ്ങൾ അവയുടെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനും തൊഴിലവസരങ്ങൾക്കും പേരുകേട്ടതാണ്. എന്നിരുന്നാലും ആ അവസരങ്ങൾ പലപ്പോഴും ഉയർന്ന സാമൂഹിക പദവിയുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രവേശനം നേടിയപ്പോൾ സുന്ദർ വളരെയധികം സന്തോഷിച്ചു. ഇത്തരമൊരു ഉന്നത സ്ഥാപനത്തിൽ പഠിക്കാനും അത് തനിക്ക് നൽകുന്ന അവസരങ്ങൾ ആസ്വദിക്കാനും ഏറെ ആവേശഭരിതനായിരുന്നുവെന്ന് സുന്ദർ പറഞ്ഞു. കഠിനമായ പ്രവേശന പരീക്ഷകളും ബിരുദധാരികൾക്ക് ലാഭകരമായി ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനങ്ങളും ഉള്ളതിനാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ സ്കൂളുകളിൽ ഒന്നാണ്. ഗവേഷണം, ശാസ്ത്രം, സാങ്കേതിക പഠനങ്ങൾ എന്നിവയിലെ മികവിന് പേരുകേട്ട 23 സർവകലാശാലകളുടെ ഒരു ശൃംഖലയാണ് IITകൾ. എന്നാൽ അവയുടെ അക്സെപ്റ്റൻസ് റേറ്റ് കുപ്രസിദ്ധമാണ്. അതായത് 0.5% മുതൽ 2.5% വരെ. കോളേജുകളുടെയോ സർവകലാശാലകളുടെയോ കാര്യത്തിൽ അക്സെപ്റ്റൻസ് റേറ്റ് എന്നത് മൊത്തം അപേക്ഷകരുടെ എണ്ണത്തിൽ നിന്ന് പ്രവേശനം നേടുന്ന അപേക്ഷകരുടെ ശതമാനമാണ്. ഒരു സ്ഥാപനം അതിൻ്റെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ എത്രത്തോളം സെലക്റ്റീവാണെന്നതിൻ്റെ ഒരു പ്രധാന സൂചകമാണിത്. ക്യാമ്പസിലെ വേരൂന്നിയ ജാതീയതയ്ക്ക് ഞാൻ സ്വീകാര്യനായിരുന്നില്ല. എൻ്റെ ആദ്യ വർഷത്തിൽ എനിക്ക് വളരെയധികം ഭാരം കുറഞ്ഞു. അത് എൻ്റെ സ്ഥാപനമല്ലെന്ന് തോന്നി. എന്നാൽ അവിടെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ അത് എളുപ്പമുള്ളതായിരുന്നില്ല, സുന്ദർ പറഞ്ഞു. ഞാൻ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞ ശേഷം എൻ്റെ സഹപാഠികൾ എന്നോട് വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങി, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചരിത്രപരമായി രാജ്യത്തെ ജാതി ശ്രേണിയിലെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള സമൂഹങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിനായി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നയങ്ങളെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു. പല ദക്ഷിണേന്ത്യൻ സമൂഹങ്ങളിലും ജാതി ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി നിർണ്ണയിക്കുന്നു. കൂടാതെ താഴ്ന്ന ജാതികളിൽ നിന്നുള്ളവരായി കണക്കാക്കപ്പെടുന്നവർ വ്യവസ്ഥാപരമായ വിവേചനം നേരിടുന്നു. ഉയർന്ന ജാതിയിലെ സഹപാഠികൾക്ക് അവരുടേതായ കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു. എന്നെ ഒഴിവാക്കപ്പെട്ടതായും ഞാൻ ഒറ്റപ്പെട്ടതായും തോന്നി. നിങ്ങളെക്കാൾ കൂടുതൽ അർഹരായ അപേക്ഷകർ അനവധി ഉണ്ടായിരുന്നെന്ന് ചില ആളുകൾ എന്നോട് അഭിപ്രായം പറഞ്ഞു. കാരണം എൻ്റെ ജാതി കാരണം മാത്രമാണ് എനിക്ക് പ്രവേശനം ലഭിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. സുന്ദറിൻ്റെ അനുഭവം പുതുമയുള്ളതല്ല. ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന ജാതി വിഭാഗങ്ങളിൽ നിന്നുള്ള 75% വിദ്യാർത്ഥികളും ജാതി അടിസ്ഥാനമാക്കിയുള്ള പരാമർശങ്ങളിലൂടെ വിവേചനം നേരിട്ടതായി IIT ഡൽഹിയിൽ നിന്നുള്ള 2019 ഒരു പഠനം കണ്ടെത്തി. എന്നാൽ ജനറൽ കാറ്റഗറിയിലെ ഏകദേശം 59% വിദ്യാർത്ഥികളും ഈ ജാതി അടിസ്ഥാനമാക്കിയുള്ള പരാമർശങ്ങളോടും അവഹേളനങ്ങളോടും യോജിക്കുകയോ നിസ്സംഗത പുലർത്തുകയോ ചെയ്തതായി ഇതേ പഠനം കണ്ടെത്തി. ഇന്ത്യയിലെ സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായി 1% സീറ്റുകൾ സംവരണം ചെയ്യുന്നു. എന്നിരുന്നാലും പല ഉയർന്ന ജാതി പൊതുവിഭാഗ വിദ്യാർത്ഥികളും ഫാക്കൽറ്റികളും പറയുന്നത് ഇത് മെറിറ്റോക്രസിയെ ദുർബലപ്പെടുത്തുന്നു എന്നതാണ്. ഉയർന്ന ജാതി മധ്യവർഗ ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്ന ഉയർന്ന മൂല്യമുള്ള സ്ഥാപനങ്ങളാണ് IITകൾ. ഈ സ്ഥലങ്ങൾ അവരുടെ കുത്തകകളാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കുറച്ചു കാലം മുമ്പ് വരെ സംവരണം യഥാർത്ഥത്തിൽ നടപ്പാക്കപ്പെട്ടിരുന്നില്ല, ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ഒരു പ്രൊഫസർ പറയുന്നു. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അർഹതയുള്ളവരായി കാണുന്നു. അതേസമയം പൊതുവിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവരുടെ മെറിറ്റ് കാരണം അതൊരു അഭിമാനകരമായ നേട്ടമായി കാണുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ബൈനറി ഒരു വിചിത്രമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, പക്ഷേ അത് സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. പലരും ഇത് നിസ്സാരമായി എടുത്തിട്ടുണ്ട്. പ്രവേശനം മുതൽ ജോലി നിയമനം വരെ ഇത് നീളുന്നു, അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികൾ എന്ത് വിവേചനമാണ് നേരിടുന്നത്? പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത IIT ബോംബെയിലെ ഒരു വിദ്യാർത്ഥികളുടെ പേരുകളിൽ ജാതി പദവി പലപ്പോഴും കാണാമെന്ന് പറഞ്ഞു. പല ഇന്ത്യൻ കുടുംബ പേരുകളിലും ജാതി പശ്ചാത്തലവും സ്വത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരുതരം വേർതിരിവുണ്ട്. ചില ഉയർന്ന ജാതിക്കാരായ സഹപാഠികൾ തങ്ങളോട് കൂടുതൽ സൗഹൃദപരമാണെങ്കിൽ പോലും അവർ ഇപ്പോഴും ജാതീയ പരാമർശങ്ങൾ നടത്തുകയും ഞങ്ങളെ റിസർവേഷൻ കിഡ്സ് എന്ന് വിളിക്കുകയും സോഷ്യൽ മീഡിയയിൽ സംവരണത്തിനെതിരായ പോസ്റ്റുകൾ പങ്കിടുകയും ചെയ്യുന്നതായി ഈ വിദ്യാർത്ഥി പറയുന്നു. സമീപകാലത്ത് IIT ക്യാമ്പസുകളിൽ
ക്യാമ്പസുകൾക്കുള്ളിൽ ചെയിൻ റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. സംവരണ വിഭാഗത്തിൽ നിന്നുള്ള നമ്മളിൽ പലർക്കും ഈ സ്ഥലങ്ങൾ താങ്ങാനാവുന്നതല്ല. അത് വേർതിരിവിൻ്റെ അന്തരീക്ഷം കൂടുതൽ സൃഷ്ടിക്കുന്നു. ആ വിദ്യാർത്ഥി കൂട്ടിച്ചേർത്തു. 2023 ആത്മഹത്യ ചെയ്ത 18 വയസ്സുള്ള 1ാം വർഷ വിദ്യാർത്ഥി ദർശൻ സോളങ്കിയുടെ കേസ് ഇപ്പോഴും പല വിദ്യാർത്ഥികളുടെ മനസ്സിൽ പുതുമയുള്ളതാണ്. മരണത്തിന് തൊട്ടു മുമ്പ് ക്യാമ്പസിൽ അദ്ദേഹം ജാതി വിവേചനം നേരിട്ടതായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തിന് പ്രത്യേകിച്ച് തെളിവുകളിൽ ഒന്നുമില്ല എന്ന് സർവകലാശാലയുടെ ഒരു റിപ്പോർട്ടിൽ കണ്ടെത്തി. അക്കാദമിക് സമ്മർദ്ദങ്ങളോ മറ്റു പ്രശ്നങ്ങളോ കാരണം ചില വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതായി പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ അക്കാദമിക് മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ ബുദ്ധിമുട്ടാക്കുന്ന അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മോശം അനുഭവങ്ങൾ ഒന്നും അവർ ഒരിക്കലും പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സുന്ദർ പറഞ്ഞു. ഡൽഹി സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസറായ നാരായണ സുകുമാർ പറഞ്ഞു, ക്യാമ്പസിൽ ആത്മഹത്യ നടക്കുമ്പോഴെല്ലാം ഭരണകൂടം മാതാപിതാക്കളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും അവരെല്ലാം ശ്രദ്ധിക്കാമെന്ന് പറയുകയും ചെയ്യും. അവർ ക്യാമ്പസിനുള്ളിൽ ഒരു തരത്തിലുള്ള പ്രതിഷേധവും അനുവദിക്കുന്നില്ല. അത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചാലും ഭരണകൂടം വിദ്യാർത്ഥികളെ ശിക്ഷിക്കാനും അടിച്ചമർത്താനും ശ്രമിക്കുന്നു. എവിടെയും നിശബ്ദതയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ സർവകലാശാലകളിലെ ജാതി വിവേചനത്തെയും ഒഴിവാക്കലിനെയും കുറിച്ച് പഠിക്കുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച സുകുമാർ പറഞ്ഞു. ജാതി വിവേചനത്തിനെതിരെ സർവകലാശാലകൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? സമീപ വർഷങ്ങളിൽ ജാതി വിവേചനം പരിഹരിക്കുന്നതിനായി നിരവധി IITകൾ പട്ടികജാതി പട്ടികവർഗ സെല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനും പ്രവേശനത്തിലും നിയമനത്തിലും സംവരണ നയങ്ങൾ ശരിയായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ഈ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണ്. IIT ബോംബെ പോലുള്ള ചില സ്ഥാപനങ്ങൾ കൂടുതൽ മുന്നോട്ട് പോയി ജാതി അവബോധ കോഴ്സുകൾ അവതരിപ്പിക്കുകയും ക്യാമ്പസിലെ വിവേചനം മനസ്സിലാക്കാൻ സർവേകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. IITകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ധനസ്ഥാപനത്തോട് പ്രവർത്തിക്കുന്ന സർവകലാശാലകളോട് 2022 സെപ്റ്റംബറോടെ എല്ലാ സംവരണ ഫാക്കൽറ്റി തസ്തികകളും നികത്താൻ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിച്ചു. എന്നിരുന്നാലും IIT ബോംബെയിൽ നിന്നുള്ള വിദ്യാർത്ഥി അഭിഭാഷക ഗ്രൂപ്പായ അംബേദ്കർ പെരിയാർ ഫൂലെ സ്റ്റഡി സർക്കിൾ നേടിയ വിവരാവകാശ രേഖയിൽ നിന്നുള്ള ഡാറ്റ കാണിക്കുന്നത് 2023 വരെ IIT ഡൽഹിയിലെ 14 വകുപ്പുകളിലും IIT ബോംബെയിലെ 8 വകുപ്പുകളിലും സംവരണ വിഭാഗത്തിൽ നിന്നുള്ള ഫാക്കൽറ്റി അംഗങ്ങൾ ഇല്ല എന്നതാണ്. ഇതിനുള്ള മറുപടിയായി IIT ബോംബെ ഡയറക്ടർ ഒരു പ്രസ്താവന പുറത്തിറക്കി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഉയർന്ന നിലവാരമുള്ള വിദ്യാർത്ഥികളെ നിയമിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പലപ്പോഴും സംവരണ വിഭാഗത്തിന് പകരം ജനറൽ വിഭാഗത്തിന് നിന്നുള്ള ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വൈവിധ്യമാർന്ന ഫാക്കൽറ്റി ഉണ്ടായിരിക്കുന്നത് ശരിക്കും സഹായിക്കും. എന്നിരുന്നാലും മാറ്റം മുകളിലും സംഭവിക്കണം. കൂടുതൽ IIT ഡയറക്ടർമാർ ജാതി വിഷയങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും മുൻകൈയെടുക്കുകയും വേണം. SC/ST സെൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാകണം പ്രവർത്തിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ സർവകലാശാലകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, സുകുമാർ പറഞ്ഞു.